ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കക്കാറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കക്കാറച്ചി ഉണ്ടോ, കക്കാറച്ചി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ റോസ്റ്റിംഗ് പരിപാടിയാണ്. കക്കാറച്ചി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ അധികം പേർക്കത് ഇഷ്ടമല്ല. എനിക്കെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഗൈസ്, ഇതിനകത്ത് ഈ അഴുക്ക് കളയണം, എന്നാലേ ഇത് നന്നാവത്തുള്ളൂ. കുറെ നാക്കുമ്പോ ഞാൻ അറിഞ്ഞായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് പ്രോട്ടീൻ ആണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. എനിക്കറിയില്ല, അത് ഞാൻ കേട്ടു ഇങ്ങനെ ഇതിനുള്ളിലുള്ള സാധനം ഇതാണെന്ന്. അപ്പം ഇതിനി ചെയ്ത് വരുമ്പോൾ ഒരു ടൈം ആകും. പിന്നെ നമുക്ക് കക്കാറച്ചി വേവിക്കാനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുക്കാം. ഞാനിത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉപ്പിട്ടു, ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിടാം. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതിനകത്തിട്ട് അത് വേണം. ഇഷ്ടമുള്ള പോലെ മഞ്ഞൾപ്പൊടി ഇടുന്നവർക്കിടാം, ഇടാത്തവർക്കിടാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് നേരം പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ. നമുക്ക് ടൈമർ ഓണാക്കിയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. പിന്നെ ഇനി ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പിന്നെ നമുക്ക് പച്ചമുളകും വേപ്പിലയൊക്കെ വേണം കേട്ടോ. പിന്നെ ഒരു സവോള ഞാൻ എടുത്തുള്ളൂ. പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തു വേഗം തന്നെ. പിന്നെ നമുക്കിനി പച്ചമുളകും വേപ്പിലയും വേണം. ഞാൻ പച്ചമുളകും വേപ്പിലയും സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ്. പെട്ടെന്ന് ചീത്തയാവില്ല അത്. പിന്നെ നമുക്കത് കഴുകി ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് ചേർക്കുമ്പോഴേ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനത് ജസ്റ്റ് ആ ജാറൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി എടുത്തു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചത് നമുക്കതിലിട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ 2-3 കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അല്ലേ അത് പെട്ടെന്ന് അരയൂല. അങ്ങനെ അതിട്ടു. ഇനി നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞു, പക്ഷെ ചെറുതായ ഒരു ഇഞ്ചിയുടെ കഷ്ണമൊക്കെ ചെറുത് കിടപ്പുണ്ട്. പിന്നെ എനിക്കിനി മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ പരിപാടി തീർക്കാൻ വേണ്ടി പോട്ടെ പോലും അങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് തന്നെ അങ്ങനെ തന്നെ വെച്ചു. നന്നായിട്ട് അരഞ്ഞു. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണം. ഇനി സവോള അരിയാനാണ്. ഒരു സവോള എടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സവോള എടുക്കാം. എനിക്കൊരു ഇച്ചിരി കക്കാറച്ചി ഉള്ളായിരുന്നു, കാരണം ഒരെണ്ണം എടുത്തത്. പിന്നെ ഒരുപാട് സവോള ആയാലും നമുക്ക് സവോള മാത്രമേ കഴിക്കാൻ കിട്ടും. വേറെ ഞാൻ സവോള ഒരെണ്ണം മാത്രമേ എടുത്തോളൂ. അത് നമുക്കൊന്ന് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസല്ല, ഒരു ഇടത്തരം പീസ് പോലെ അരിയാം. കണ്ടി ഇത് വെള്ളം വരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന കോഷ്ടിയാണ് കണ്ടത്. സവോള വരുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വരാറുണ്ടോ? ഗൈസ്, എനിക്കങ്ങനെ വരാറുണ്ട്. എൻ്റെ സവോളയും ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇനി പച്ചമുളകും വേപ്പിലയും കൂടെയാണ്. അപ്പോൾ പച്ചമുളകൊന്ന് അരിയാം. 3 എടുത്തിട്ടുള്ളൂ ഞാൻ പച്ചമുളക്. അത് നമുക്ക് ആ പാത്രത്തിലോട്ട് വയ്ക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ആ കക്കാറച്ചി നമ്മൾ വേവിക്കാൻ വെച്ചില്ലേ, അത് വെന്താണെന്ന് നോക്കാം. അത് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. കക്കാറച്ചി വെന്തു കേട്ടോ. കക്കാറച്ചി വെന്തു. നമുക്കതൊന്നെടുത്ത് മാറ്റി വയ്ക്കാം. എണ്ണ അഴിവേ, എൻ്റെ ഇടയ്ക്ക് എണ്ണ തീർന്നു വരും. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നു. ഇനി നമുക്കത് ഒരു പാൻ വെച്ചു. ഞാൻ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഒക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഇഞ്ചിയും സവോളയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, രസത്തിനാണ്. കുറച്ചുള്ളി ഇല്ല, അപ്പോൾ സവോള കുറച്ച് മാറ്റി വെച്ചു. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക.
നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് അതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കണം. സവോള ചേർത്ത് കൊടുത്തു. ഒരു സവോളയാണ്, അതിൽ കുറച്ച് ചേർത്ത്, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ രസത്തിന് മാറ്റിയതാണ്. കൊച്ചുള്ളിയാണ് സാധാ ചേർക്കുന്നത്, പക്ഷേ ഞാൻ നമ്മുടെ സാഹചര്യത്തിൽ നമ്മളെല്ലാം ഇല്ലാത്ത കാരണം ഞാൻ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നന്നായിട്ട് അതൊന്ന് വാടി വരണം. നന്നായിട്ട് നമ്മളത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് വാടി വന്നു. ഇനി അതിനകത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ടീസ്പൂൺ മതിയാകും. ഒരു എരിവ് വേണ്ടല്ലോ. കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചേർക്കുന്നത്? കുരുമുളക്. ഞാൻ മിക്സിയിൽ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വരുന്നത് ഞാനത് ക്രഷ് ചെയ്ത് വെച്ചു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മൂക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണം വരുന്ന വരെ നന്നായിട്ടൊന്ന്. ഞാൻ ഓഫ് ചെയ്തിട്ടാട്ടോ പൊടികളെല്ലാം ഇട്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ അത് ഓൺ ചെയ്തിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കക്കറച്ചി ചേർത്ത് കൊടുക്കണം. നമുക്ക് വേവിച്ച് വെച്ച കക്കറച്ചി ചേർക്കാം. ഇനി ഈ കക്കറച്ചിയും ഈ നമ്മൾ എല്ലാ പൊടികളെല്ലാം ചേർത്ത് സവോളയും എല്ലാം കൂടെ ആക്കിയതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഏറെക്കുറെ മിക്സ് ചെയ്ത് ആയിട്ടുണ്ട്, റെഡിയായി. ഞാൻ വെറുതെ വിറപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് അത് കൂടുതൽ ഇതെടുക്കാനാണ്. കക്കറച്ചി റോസ്റ്റ് റെഡിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇത് ലൈക്കും ചെയ്തേക്കണം കേട്ടോ. ബൈ.